പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം പുതിയൊരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ആണ് ശബരിമല പെരുങ്കൊള്ള പുറത്തു കൊണ്ടുവന്നത്. അതിനുശേഷം അവർ 7 ഇടക്കാല ഉത്തരവുകൾ ഇറക്കി. അവർ ഒരുപാട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തു കൊണ്ടുവന്നു. അതിനുശേഷം അവർ പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ചു. ആ അന്വേഷണ സംഘത്തിൽ ആരൊക്കെ ഉണ്ടായിരിക്കണമെന്ന് അവർ തീരുമാനിച്ചു. ആ അന്വേഷണ സംഘം എന്തൊക്കെ തരത്തിൽ അന്വേഷിക്കണം എന്ന് അവരോട് പറഞ്ഞു. ആ അന്വേഷണം ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തു, ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്തു. ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റുമാർ 2 പേര് അവരെ അറസ്റ്റ് ചെയ്തു. ഇതിലെ മുഖ്യ സൂത്രധാരകൻ എന്ന് പറയപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തു. ഇനിയും അറസ്റ്റുകൾ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ കേൾക്കുന്നു. ദേവസ്വം ബോർഡ് അംഗങ്ങളായിട്ടുള്ള KP ശങ്കരദാസിനെയും വിജയകുമാറിനെയും അറസ്റ്റ് ചെയ്യും എന്ന് നമ്മൾ കേൾക്കുന്നു. ഒരുപക്ഷെ അന്വേഷണം അതിന് മുകളിലേക്ക് കടകംപള്ളി സുരേന്ദ്രനിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മൾ കേൾക്കുന്നു. ഇന്ന് മുമ്പ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് അറസ്റ്റിലാകും എന്നൊക്കെ നമ്മൾ കേൾക്കുന്നു. അങ്ങനെയൊക്കെ കേട്ടുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ കേട്ടൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 1-2 കാര്യങ്ങൾ നമ്മൾ കേട്ടു. അതിലൊന്നെന്തായിരുന്നു? ഒന്ന്, SITയുടെ അന്വേഷണം മന്ദീഭവിച്ചു എന്നുള്ള അതിഗുരുതരമായിട്ടുള്ളൊരു ആരോപണം നമ്മൾ കേട്ടു. അത് വേറെ എവിടെ നിന്നും ആയിരുന്നില്ല, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് തന്നെയായിരുന്നു. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേരള ഹൈക്കോടതി ചോദിച്ചത്. എന്തുകൊണ്ട് ഡിസംബർ 5-ന് ശേഷം അന്വേഷണം മന്ദീഭവിച്ചു? സ്വർണം ചെമ്പാക്കി മാറ്റിയത് ദേവസ്വം ബോർഡാണെങ്കിൽ എന്തുകൊണ്ട് പത്മകുമാറിനെ മാത്രം അറസ്റ്റ് ചെയ്തു? എന്തുകൊണ്ട് അന്ന് അംഗങ്ങളായിരുന്ന KP ശങ്കരദാസിനെയും വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തില്ല? എന്തുകൊണ്ട് 4-6 പ്രതികൾ, 4-ാം പ്രതിയും 6-ാം പ്രതിയും 5-ാം തീയതി അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയെങ്കിലും അവരെ 16-ാം തീയതി വരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? എന്തുകൊണ്ടാണ് ഈ പ്രതികൾ സംബന്ധിച്ച് പല പ്രതികളുടെയും പേര് FIR-ലുണ്ടെങ്കിലും അവരെ അറസ്റ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് പ്രതികൾക്കിടയിൽ വിവേചനം? ചില പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു, ചില പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ വിടുന്നു എന്നൊക്കെയുള്ള നിലയിൽ വളരെ പോയിന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളുമായി ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് ജഡ്ജ് ജസ്റ്റിസ് A ബദറുദ്ദീൻ രംഗത്ത് വന്നത് നമ്മൾ കണ്ടു. അപ്പം മന്ദീഭവിച്ചു എന്നുള്ള ഒരു ആരോപണം SIT ആദ്യമായി നേരിട്ടു. അത് കാര്യകാരണ സഹിതം തന്നെ നേരിട്ടു. 2, ഈ SITയുടെ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നു എന്നുള്ള ഒരു നിലയിലേക്കുള്ള ആരോപണവും നമ്മൾ കേട്ടു. അതായത് ഈ കൊണ്ടുപോയ സ്വർണം എവിടെയാണ് പോയത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ ഈ അന്വേഷണ സംഘം ഇരുട്ടിൽ തപ്പുന്നു എന്നുള്ള ആരോപണം നമ്മൾ കേട്ടു. റോത്താം ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ ഇതിൽ നിന്നും വേർതിരിച്ചെടുത്ത സ്വർണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്വർണം SITക്ക് കൊടുത്തതാണ് നമ്മൾ കണ്ടത്. അത് SITയെ ഈ പറഞ്ഞ പോലെ ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ പിന്നീട് കേട്ടു. കാരണം അത് സ്വർണം പൂശിയതാണ്. സ്വർണം പൂശിയപ്പോഴത്തേക്ക് അത് വേർതിരിച്ചതാണ്. വേർതിരിച്ച സ്വർണത്തിൻ്റെ ഒരു ബാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അത് സ്വർണം പൂശിയതാണ് എന്നുള്ള നിലയിലേക്ക് കൊണ്ടുപോകാൻ അവർ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ് എന്നുള്ള നിലയിൽ നമ്മൾ കേട്ടു. SIT റോത്താം ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയെയും അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോഴാണെങ്കിൽ പോലും ഈ അന്വേഷണ സംഘം ഒരു പ്രതിസന്ധിയിലാണെന്നും അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ് എന്നുമുള്ള ഒരു നിലയിലുള്ള ആരോപണങ്ങളും നമ്മൾ കേട്ടു. സുഹൃത്തുക്കളെ, അങ്ങനെ ഈ അന്വേഷണ സംഘം വഴിമുട്ടി നിൽക്കുന്നു എന്ന ആരോപണം കേട്ട സമയത്തോട് അനുബന്ധിച്ചാണ് കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീമാൻ രമേശ് ചെന്നിത്തല പുതിയ ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വരുന്നത്. സുഹൃത്തുക്കളെ, ആ വെളിപ്പെടുത്തൽ യഥാർത്ഥത്തിൽ SITക്ക് വലിയ ഗുണമായി മാറി എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. SIT യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയോടാണ് നന്ദി പറയേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം ഈ അന്വേഷണത്തിന് ഒരു അന്താരാഷ്ട്ര മാനമുണ്ട് എന്ന് ഹൈക്കോടതി അവരുടെ ഡിവിഷൻ ബെഞ്ചിൽ തന്നെ, അവരുടെ ദേവസ്വം ബെഞ്ചിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നതാണ്. പക്ഷെ ആ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ SITക്ക് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയുള്ള സമയത്താണ് ശ്രീമാൻ രമേശ് ചെന്നിത്തല ഒരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നത്.
ആ വെളിപ്പെടുത്തൽ എന്തായിരുന്നു? ആ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ ഇതിനൊരു അന്താരാഷ്ട്ര മാനമുണ്ട്. അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്തുകാർക്ക് ഇതുമായി ബന്ധമുണ്ട്. അത് സംബന്ധിച്ച് എൻ്റെ കയ്യിൽ ചില വിവരങ്ങളുണ്ട്. ആ വിവരങ്ങൾ ഞാൻ SITക്ക് മൊഴിയായി നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം രംഗത്ത് വന്നു. അദ്ദേഹം SITക്ക് കത്ത് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല, എനിക്ക് കുറച്ച് വിവരങ്ങളുണ്ട്, അത് ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം SITക്ക് മൊഴി കൊടുക്കുന്നു. ആ മൊഴിയിൽ അദ്ദേഹം പറയുന്നു, അദ്ദേഹവുമായി ബന്ധമുള്ളൊരു വ്യവസായി ഇത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഈ അവിടെ നിന്നുള്ള സ്വർണവും ഈ പുരാവസ്തുക്കളും ഒക്കെ വിറ്റതായിട്ട് അദ്ദേഹത്തിന് വിവരമുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരുൾപ്പെടെ ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തല SITക്ക് മൊഴി കൊടുക്കുന്നു. ആ മൊഴി കൊടുത്തതിനെ തുടർന്ന് ആ വഴിക്ക് SIT പോകുന്നു. ആ വഴിക്ക് SIT പോകുമ്പോഴാണ് SITയുടെ അന്വേഷണത്തിൽ ഇപ്പോൾ ഒരല്പം ജീവൻ വെക്കുന്നത്. SIT വഴിമുട്ടി നിൽക്കുമ്പോഴാണ് രമേശ് ചെന്നിത്തല ഈ വിവരം കൊടുക്കുന്നത്. ആ വിവരം SITക്ക് കൊടുക്കുന്നു. SIT അതിനെ തുടർന്ന് രമേശ് ചെന്നിത്തല കൊടുത്ത പേരുള്ള ആ ഗൾഫ് വ്യവസായിയുമായി അയാളുടെ മൊഴി രേഖപ്പെടുത്തുന്നു. ആ മൊഴിയിലാണ് അദ്ദേഹം പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഒരു വ്യക്തിക്ക് കൈമാറിയെന്നും അത് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് കൈമാറിയതെന്നും അത് കൈമാറുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശബരിമലയിൽ ബന്ധമുള്ള ഒരു ഉന്നതനും ഒരു ഡി മണി എന്ന് പറഞ്ഞൊരു വ്യക്തിയും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള നിലയിൽ ആ ഗൾഫ് വ്യവസായി പിന്നെ മൊഴി കൊടുക്കുന്നത്. അതിനെ തുടർന്ന് ആ നിലയിലേക്കുള്ള അന്വേഷണം മുന്നോട്ട് പോയി. ആ അന്വേഷണം മുന്നോട്ട് പോയി. ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താ? ആ തിരുവനന്തപുരത്ത് വെച്ചാണ് പഞ്ചലോഹ വിഗ്രഹം മാറിയത്. വലിയ തുക ഏതൊരു വണ്ടിയിൽ കൊണ്ടുവന്നത് കൈമാറി. ഈ ഡി മണി എന്ന് പറഞ്ഞ ആൾ തമിഴ്നാട്ടിലുള്ള അന്താരാഷ്ട്ര ഈ പറഞ്ഞ പോലെ പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിലൊരു അംഗമാണ് എന്ന് വന്നു. അയാൾ വിമാനമാർഗമാണ് ഇവിടെ വന്നതെന്ന് അറിഞ്ഞു. അയാളെ പിന്നെ അങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്ന വിവരം എന്താ? അവസാനമായിട്ട് വന്നിരിക്കുന്ന വിവരം ഡി മണി എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ട്. അതായത് രമേശ് ചെന്നിത്തല മൊഴി കൊടുത്ത അടിസ്ഥാനത്തിൽ ഗൾഫിൽ നിന്നുള്ള ഒരു വ്യവസായിയെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ ഡി മണി എന്ന് പറഞ്ഞ ഒരാളുടെ പേര് പറഞ്ഞു. ആ ഡി മണി എന്ന് പറഞ്ഞ അങ്ങനെ ഒരാൾ ഉണ്ട് എന്ന് ഇപ്പോൾ വന്നിരിക്കുന്നു. ആ ഡി മണിയെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് SIT മുന്നോട്ട് പോയിരിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ SIT ഇരുട്ടിൽ തപ്പുകയായിരുന്നു. സ്വർണം എവിടെയാണ് പോയതെന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുകയായിരുന്നു. SITക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന നിലയിൽ പ്രതികൾ സംഘടിതമായി പെരുമാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുട്ടിൽ തപ്പുന്ന സമയത്ത് ആണ് രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ പൊതുപ്രവർത്തകൻ ഒരു വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടത്. ആ വെളിപ്പെടുത്തൽ നടത്തിയ വഴിയിൽ കൂടെ ആണ് ഇപ്പോൾ SIT മുന്നോട്ട് പോകുന്നത്. അപ്പോൾ SITയുടെ അന്വേഷണത്തിന് ജീവൻ വെച്ചത് എങ്ങനെയാണ്? ജീവൻ വെച്ചത് രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ പൊതുപ്രവർത്തകൻ നടത്തിയ വെളിപ്പെടുത്തലിലൂടെയാണ് എന്നുള്ള സുപ്രധാനമായ വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞാൽ ആ പൊതുപ്രവർത്തകൻ്റെ ആർജവത്തെക്കുറിച്ചും ഇച്ഛാശക്തിയെക്കുറിച്ചിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത്. എന്താ കാരണം? രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ പൊതുപ്രവർത്തകൻ ശരിക്കും ഒരു അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തോടാണ് ഏറ്റുമുട്ടാൻ തയ്യാറായി വന്നിരിക്കുന്നത്. അത് സാധാരണ രീതിയിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ അതിന് തയ്യാറാവുമോ സുഹൃത്തുക്കളെ? സാധാരണ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇതുപോലുള്ള വിവരം കിട്ടിയാലും അവർ വിചാരിക്കും, എന്തിനാണ് ഈ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തെയൊക്കെ ശത്രുക്കളാക്കുന്നത്, അവരെന്തിനാണ് ആന്റഗണൈസ് ചെയ്യുന്നത്, അതുകൊണ്ട് നിശബ്ദമായി ഇരുന്നേക്കാം എന്നേ സാധാരണ ഗതിയിൽ രാഷ്ട്രീയ നേതാക്കന്മാർ ചിന്തിക്കുകയുള്ളെങ്കിൽ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ പൊതുപ്രവർത്തകൻ അങ്ങനെ അല്ല ചിന്തിച്ചത്. അദ്ദേഹത്തിന് ഈ പെരുങ്കുള്ള പുറത്തു കൊണ്ടുവരണം എന്നുള്ള അടങ്ങാത്ത ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു അയ്യപ്പ ഭക്തനും കൂടി ആയതുകൊണ്ട് ഇത് പുറത്തു കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം കൃത്യമായിട്ടുള്ളത് കൊണ്ട് അദ്ദേഹം ആ വിവരം കൊണ്ടുവന്ന് SITക്ക് കൊടുക്കുന്നു. ആ വിവരം ശരിയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ വഴിയിൽ SIT മുന്നോട്ട് പോകുന്നു. എവിടെ എത്തുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ഡി മണി എന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്നുള്ള നിലയിലേക്ക് പോയിരിക്കുന്നു. ഇതിനൊരു അന്താരാഷ്ട്ര മാനമുണ്ട് എന്നുള്ള നിലയിലേക്ക് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ SIT എന്ന് പറഞ്ഞ ശബരിമല പെരുങ്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ശ്രീമൻ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ പൊതുപ്രവർത്തകനോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ വെളിപ്പെടുത്തൽ വന്നില്ലായിരുന്നുവെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം ആകെ ഇരുട്ടിൽ തപ്പിയേനെ. കാരണം അവരുടെ അന്വേഷണം ഏതാണ്ട് തീരാൻ പോവുകയായിരുന്നു. ജനുവരി ആദ്യ ആഴ്ച ആകുമ്പോഴത്തേക്ക് അവരുടെ അന്വേഷണം പൂർത്തിയാകും. അപ്പോൾ അവർ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരുന്ന സമയത്താണ് രമേശ് ചെന്നിത്തല നടത്തിയ വെളിപ്പെടുത്തൽ അവർക്കൊരു മൃതസഞ്ജീവനിയായി മാറിയത് എന്നുള്ള കാര്യം
എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.